ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച നമ്മൾ ആണ്ടുവട്ടത്തിലെ 14ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ ഗലീലയിൽ നിന്നും തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഗലീലയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗശാന്തി നൽകി, ഒത്തിരിയധികം ജനങ്ങൾ അവിടുത്തെ ചുറ്റും കൂടി, അവിടുത്തെ ഖ്യാതി ഒത്തിരിയേറെ വർദ്ധിച്ചു. എന്നാൽ സ്വന്തം പട്ടണമായ നസ്രത്തിലെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സ്വീകരിക്കുന്നില്ല. സ്വന്തം ജനങ്ങളുടെ ഇടയിൽ അവിടുന്ന് അവമതിക്കപ്പെടുന്നു. പിന്നീട് അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശുവിന് സാധിക്കുന്നില്ല. അവരുടെ അവിശ്വാസത്തിൽ അവിടുന്ന് വളരെയധികം ആശ്ചര്യപ്പെടുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. യേശുനാഥൻ 2 ഇടങ്ങളിലാണ് ആശ്ചര്യപ്പെട്ടതായി നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഒന്നാമതായി ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് യേശുനാഥൻ ആശ്ചര്യപ്പെടുക. അങ്ങയുടെ ഭവനത്തിൽ വരുവാൻ ഉള്ള യോഗ്യത എനിക്കില്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും എന്ന ശതാധിപന്റെ വിശ്വാസപൂർവകമായ വാക്കുകളിൽ യേശുനാഥൻ ആശ്ചര്യപ്പെടുന്നു. രണ്ടാമതായിട്ട് യേശുനാഥൻ ആശ്ചര്യപ്പെടുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്താണ്. അവരുടെ അവിശ്വാസം കണ്ട് യേശുനാഥൻ ആശ്ചര്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തിന് അതിൻ്റെതായ ഫലങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷങ്ങളിലും അതിനു മുമ്പുള്ള ഭാഗങ്ങളിലുമൊക്കെ കാണുക, വിശ്വാസത്തിലൂടെ അനേകം രോഗശാന്തി യേശുനാഥൻ നൽകുന്നതാണ്. ജൈറൂസിന്റെ മകളെ സൗഖ്യപ്പെടുത്തുമ്പോൾ അവരിൽ നിന്നും വലിയ വിശ്വാസമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തിൽ യേശുനാഥൻ അവൾക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇപ്രകാരം പുതിയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുമാത്രം സൗഖ്യങ്ങളാണ് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് കൊടുക്കുക. കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. മലകളെ മാറ്റാൻ തക്കവണ്ണം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. ഇപ്രകാരം വിശ്വാസത്തിന്റെ ശക്തി ഉള്ളതുപോലെ തന്നെ അവിശ്വാസത്തിനും അതിൻ്റെതായ ശക്തിയുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നോഹിന്റെ കാലഘട്ടത്തിൽ അവിശ്വാസം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിൽ കർത്താവിനെതിരെ തിരിയുമ്പോൾ, അവിശ്വാസികളായിട്ട് മാറുമ്പോൾ കർത്താവ് അവരെ ശിക്ഷിക്കുന്നുണ്ട്. എത്രയോ മരണങ്ങളാണ് അവിടെ സംഭവിക്കുക. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചതിന് ശേഷവും അവിശ്വാസം മൂലം കഷ്ടപ്പെടുന്ന ഇസ്രായേൽ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം അവിശ്വാസത്തിനും അതിൻ്റെതായ ശക്തിയുണ്ട്, പരിണിത ഫലങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിന് വിളിച്ചതിൽ പ്രധാനമായും അവിശ്വാസത്തിന്റെ 4 പരിണിത ഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ഏറ്റവും വ്യക്തമായ സംഭവവികാസങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ് ഒന്നാമത്തെ കാര്യം. യേശുനാഥന് വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗശാന്തി നൽകി, അനേകം ജനങ്ങൾ അവിടുത്തെ ചുറ്റും കൂടി. ഇതെല്ലാം അറിയാമായിരുന്ന നസ്രത്ത് പട്ടണത്തിലെ ജനങ്ങൾ അതൊക്കെ അവഗണിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളെ അവഗണിക്കുന്ന വ്യക്തികൾ ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ അവഗണിക്കാറുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് ദൈവികമായ ഇടപെടലാണെന്ന് മനസ്സിലായിട്ട് പോലും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന എത്രയോ ജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ വലിയ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് കേട്ടറിവുണ്ടായിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാതെ പോകുന്ന വ്യക്തികളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അവിശ്വാസത്തിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ അവഗണിക്കുക എന്നുള്ളതാണ്. അവിശ്വാസത്തിന് രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതാണ്. നീ തച്ചൻ്റെ മകനല്ലേ, നിന്റെ അമ്മയും സഹോദരങ്ങളും ഞങ്ങളുടെ കൂടെയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുത്രനായ യേശുവിൻ്റെ ആ ദൈവിക ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിക്കാതെ ദൈവം ഈ ലോകത്തിലെ ഒരു കുടുംബത്തിൽപ്പെട്ട, സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് ഉയർത്തി കാണിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇറലവൻ്റായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുക. ഇത് അവിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവികമായ ഇടപെടലുകളെ
നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുക. ദൈവികമായ ഇടപെടലുകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മളും രൂപാന്തരപ്പെടാറുണ്ട്. അവിശ്വാസത്തിന്റെ മൂന്നാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മരണമാണ്, ദൈവത്തിന്റെ മരണമാണ്. യേശുവിന്റെ സ്വന്തം ജനങ്ങൾ തന്നെ അവിടുത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് അവിശ്വാസത്തിന്റെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ദൈവം നമ്മിൽ മരിക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ആഴപ്പെടുമ്പോഴാണ്. അവിശ്വാസത്തിന്റെ നാലാമത്തെ ഫലം എന്ന് പറയുന്നത് സ്വർഗം കൊട്ടിയടക്കലാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തം യേശുവിനെ അവിടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. ഇപ്രകാരം അവിശ്വാസം മൂലം സ്വർഗം കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു അനുഭവ തലത്തിലേക്ക് നമ്മളും കടന്നു ചെല്ലാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസപൂർവകമായ പ്രാർത്ഥനയാണ് നമ്മൾ രക്ഷപ്പെടുത്തുക. വിശ്വാസപൂർവകമായ പ്രാർത്ഥനയോടുകൂടി രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുമ്പോഴാണ് അവൾക്ക് സൗഖ്യമുണ്ടാവുക. വിശ്വാസത്തോടുകൂടി ആയിരിക്കുമ്പോഴാണ് മരിച്ചുപോയ തൻ്റെ മകളെ ജീവനോടെ ജൈറൂസിനെ തിരിച്ചു കിട്ടുക. ഇപ്രകാരം എത്രയോ അനുഭവങ്ങൾ, വിശ്വാസതലത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ബൈബിളിൽ ദർശിക്കുവാനാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് നമ്മോട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആഴ്ചയിൽ അവിശ്വാസത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് പറയുക. യേശുവിലുള്ള വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മഹത്വവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മിൽ ഒരിക്കലും മരിക്കുകയില്ല. നമ്മുടെ ഏതവസ്ഥയിലും നമ്മുടെ ഏത് ബലഹീനതയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത് പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ആസ്വദിക്കുവാൻ ദൈവം നമ്മൾക്കിടയാക്കും. ഈ ഒരു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.